അടുത്തതാണ് ഭക്ഷ്യ മായം ചേർക്കൽ നിരോധന നിയമം എന്നറിയപ്പെടുന്നത്. 1954 നിലവിൽ വന്നിട്ടുള്ള ഭക്ഷ്യവസ്തു മായം ചേർക്കൽ മായം തടയൽ നിയമം, ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. ഭക്ഷ്യവസ്തുക്കളുടെ സംശുദ്ധി ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു നിയമമാണ് ഇത്. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കൽ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഇത്. അടുത്തതാണ് അളവ് തൂക്ക നിലവാര നിയമം 1976. 1976 നിലവിൽ വന്നിട്ടുള്ള ദ സ്റ്റാൻഡേർഡ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ആക്ട് 1976. അളവ്, തൂക്കം എന്നിവയിലെ കള്ളത്തരങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന നിയമമാണ് ഇത്. അതുപോലെ തന്നെ വ്യാപാര മുദ്രാ നിയമം, ട്രേഡ് മാർക്ക് ആക്ട് 1999. ഗുണമേന്മയുള്ളതും പ്രശസ്തമായതുമായ ഉൽപ്പന്നങ്ങളുടെ അനുകരണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന നിയമമാണ് ഇത്. ട്രേഡ് മാർക്ക് ആക്ട് 1999, 1999 ട്രേഡ് മാർക്ക് നിയമം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് മത്സര നിയമം, 2002 നിലവിൽ വന്നിട്ടുള്ള മത്സര നിയമം എന്നറിയപ്പെടുന്നത്. ഓക്കെ, മത്സര നിയമം കോമ്പറ്റീഷൻ ആക്ട് 1969 കുത്തക വിരുദ്ധ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണിത്. അതായത് 1969 MRTP ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. മൊണോപ്പൊളിസ്റ്റിക് ട്രേഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. മൊണോപ്പൊളിസ്റ്റിക് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് എന്നറിയപ്പെടുന്ന ഒരു ആക്ട് ഉണ്ട് 1969. അതിന് പകരമായിട്ട് നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് 2002 വന്ന നിയമമാണ് ഇത് മത്സര നിയമം, കോമ്പറ്റീഷൻ ആക്ട് എന്നറിയപ്പെടുന്നത്. വിപണിയിലെ മത്സരം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ഈ നിയമം തടയുന്നുണ്ട്. വിപണിയിലെ മത്സരം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ഈ നിയമം തടയുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇന്ത്യൻ നിലവാര കാര്യാലയ നിയമം, അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട്, അല്ലേ, BIS. അതായത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പ് നൽകുന്ന ISI അടയാളങ്ങൾ ഈ നിയമപ്രകാരം ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്നു. ഇത്തരം അടയാളങ്ങളുള്ള ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പരാതികൾക്ക് പരിഹാരം കാണാനും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതായത് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1986 എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കിയതാണ് 1872 കരാർ നിയമമാണ്. പിന്നീടോ ഭക്ഷ്യവസ്തു മായം തടയൽ നിയമം 1954, ചരക്ക് വിൽപ്പന നിയമം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, അതുപോലെ ട്രേഡ് മാർക്ക് നിയമം 1999, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിയമം 1986, കാർഷികോൽപ്പന്ന തരംതിരിക്കലും അടയാളപ്പെടുത്തലും നിയമം 1937, അളവ് തൂക്ക നിലവാര നിയമം 1976, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, അതുപോലെ അവശ്യ സാധന നിയമം 1955, മത്സര നിയമം 2002. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഇത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഉപഭോക്താവിൻ്റെ പരാതികൾ വേഗത്തിലും ചെലവ് കുറഞ്ഞതുമായ പരിഹാരത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനുമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പാസ്സാക്കി. 1987 ജൂലൈ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമം ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്ന കാർട്ട ആയി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ വ്യാപ്തി വളരെ വിശാലമാണ് എന്നാണ് പറയുന്നത്. ഇതാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. അതുപോലെ വിവിധ ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നുണ്ട്. ഈ നിയമം ലളിതവും വേഗത്തിലുള്ളതും ചെലവ് കുറഞ്ഞതുമാണ്. നിയമത്തിലെ വ്യവസ്ഥകൾ നഷ്ടപരിഹാരമാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഉപഭോക്തൃ അവകാശങ്ങൾ ഈ നിയമം ഉൾക്കൊള്ളുന്നു. പൊതു സ്വകാര്യ സഹകരണ മേഖലയെ ഒക്കെ ഈ നിയമം ബാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാനുള്ളതാണ് ഉപഭോക്താക്കളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. പ്രധാനമായിട്ടും ഉപഭോക്താക്കൾക്ക് കസ്റ്റമേഴ്സിന് 6 അവകാശങ്ങളാണുള്ളത്. ഒന്നാമത്തേതാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു സേഫ്റ്റി.
പ്രസ്തുത അവകാശപ്രകാരം, അതായത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്നാൽ എന്താണ് എന്നാണ് പറയുന്നത്. പ്രസ്തുത അവകാശപ്രകാരം അപകടകരമായതോ ആരോഗ്യത്തിന് ഹാനികരമായതോ ആയ ഉൽപ്പന്നങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കണം. പല ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിലും ലേബലുകളിലും മറ്റും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കുട്ടികളിൽ നിന്നും മാറ്റി സൂക്ഷിക്കുക, ആരോഗ്യത്തിന് ഹാനികരം തുടങ്ങിയ മുന്നറിയിപ്പുകൾ നമുക്ക് കാണാം. നിയമത്തിലെ ഈ ഉപാധി പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം മുന്നറിയിപ്പുകൾ. പ്രസ്തുത അവകാശപ്രകാരം അപകടകരമായതോ ആരോഗ്യത്തിന് ഹാനികരമായതോ ആയ ഉൽപ്പന്നങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം ഇവർക്ക് കിട്ടേണ്ടത്. മാത്രമല്ല ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കുട്ടികളിൽ നിന്നും മാറ്റി സൂക്ഷിക്കുക, ആരോഗ്യത്തിന് ഹാനികരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, മുന്നറിയിപ്പുകളൊക്കെ ഈ നിയമപ്രകാരം നൽകിയിരിക്കണം. അതാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ജീവനും ആരോഗ്യത്തിനും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും പരിരക്ഷ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അകക്കാമ്പ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ് അറിയാനുള്ള അവകാശം. ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ, ഉൽപ്പാദിപ്പിച്ച തീയതി, അതിൻ്റെ വില, പാക്കറ്റിലെ അളവ്, ഉപയോഗിക്കേണ്ട വിധം, ഉൽപ്പന്നത്തിൻ്റെ കാലാവധി തുടങ്ങിയ എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവകാശം ഒരു ഉപഭോക്താവിനുണ്ട്. നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഉൽപ്പന്നങ്ങളും നമുക്ക് നോക്കിയിട്ട് അതെന്താണ് ഉണ്ടാക്കിയത്, ഏത് കമ്പനിയാണ്, എവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, എക്സ്പയറി ഡേറ്റ് എത്രയാണ്, ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതറിയാനുള്ള അവകാശം ആർക്കുണ്ട്, ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. പിന്നെ മൂന്നാമത്തേതാണ് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, റൈറ്റ് ടു ചൂസ്. ലഭ്യമായ ഉൽപ്പന്നങ്ങളിൽ ഉപഭോക്താവിന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഈ നിയമം ഉറപ്പു നൽകുന്നു. അതായത് ഏതൊരു കച്ചവടക്കാരനും ഏതെങ്കിലും പ്രത്യേക ഉൽപ്പന്നം വാങ്ങുവാൻ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല. അതായത് നമ്മുടെ മുന്നിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉപഭോക്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുവാൻ ഉള്ള അവകാശം ഈ നിയമം ഉറപ്പു നൽകുന്നു. അതായത് ഏതൊരു കച്ചവടക്കാരനും ഏതെങ്കിലും പ്രത്യേക ഉൽപ്പന്നം വാങ്ങുവാൻ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്, അല്ലേ? നമുക്കിഷ്ടമുള്ള ഉൽപ്പന്നം തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പരാതിപ്പെടാനുള്ള അവകാശമാണ് നാലാമത്തേത്, അല്ലേ? റൈറ്റ് ടു ബി ഹിയർഡ്. അതായത് ഒരു ഉപഭോക്താവിൻ്റെ ഭാഗം ഉപഭോക്താവിൽ നിന്നും കേൾക്കുവാനുള്ള അവകാശമുണ്ട്. പരാതിപ്പെടുവാനുള്ള അവകാശം, പരാതി പരിഹാരത്തിനുള്ള അവകാശം. ഏതൊരു ഉപഭോക്താവിനും വാങ്ങിയ ഉൽപ്പന്നത്തെക്കുറിച്ച് തൃപ്തിയില്ലെങ്കിൽ പരാതിപ്പെടുവാനുള്ള അവകാശമുണ്ട്. മിക്ക ബിസിനസ് സ്ഥാപനങ്ങളും ഉപഭോക്തൃ പരാതി പരിഹാര വിഭാഗമുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിനുള്ള ഏറ്റവും എക്സാമ്പിളായിട്ട് കാര്യം, നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് വിളിക്കാറ്? ആ മൊബൈൽ സിമ്മിൻ്റെ അല്ലേ, നെറ്റ്വർക്കിൻ്റെ ആളെയാണ് വിളിക്കുക, അല്ലേ? കസ്റ്റമർ കെയർ എന്ന് പറയും, അല്ലേ? കസ്റ്റമർ കെയറിനെയാണ് വിളിക്കുക, അല്ലേ? അപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ, ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നമ്മളെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥാപനത്തിലും എന്തുണ്ടാവും, ഉപഭോക്തൃ പരാതി പരിഹാര വിഭാഗം രൂപീകരിച്ചിട്ടുണ്ടാവും, അല്ലേ? കസ്റ്റമർ കെയർ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. പിന്നെ പറയുന്നതാണെന്ത്, പരാതി പരിഹാരത്തിനുള്ള അവകാശമാണ് എടുത്തത്. ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ തീർത്ത് കിട്ടുന്നതിനോ ഉൽപ്പന്നങ്ങൾ മാറ്റി കിട്ടുന്നതിനോ അതുമൂലമുണ്ടായ നഷ്ടം നികത്തുന്നതിനോ ഉപഭോക്താവിന് അവകാശമുണ്ട്. ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചോ പരാതി ഉണ്ടെങ്കിൽ ആ കേടുപാടുകൾ തീർത്ത് തരിക. നിങ്ങൾ കണ്ടില്ലേ, ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കേണ്ട ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ അതുപോലെ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ തീർത്തു കൊടുക്കുക. അതുപോലെ വരുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഉപഭോക്താവിന് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പരാതികൾക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ശരിയായ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശമാണിത്. വിവിധ സർക്കാരിതര ഏജൻസികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഉപഭോക്താക്കൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ. എന്തെല്ലാമാണ് ഉപഭോക്താക്കൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ? ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ഒരു ഉപഭോക്താവിന് ഉള്ളത്? നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ബോധവൽക്കരണം എന്നുള്ളതാണ്. ബുദ്ധിപരമായി വാങ്ങുന്നതിന് വിപണിയിൽ ലഭ്യമായ വിവിധ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക.
വിപണിയിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഏറ്റവും ഗുണനിലവാരമുള്ള തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ISI, BIS, അഗ്മാർക്ക് തുടങ്ങിയ ചിഹ്നങ്ങളുള്ള നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ISI, BIS, അഗ്മാർക്ക് തുടങ്ങിയ നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക. പിന്നെ ഓരോ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അപകട സാധ്യതകൾ മനസ്സിലാക്കുകയും ഉൽപ്പാദകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. അല്ലേ? ഓരോ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അപകട സാധ്യതകൾ മനസ്സിലാക്കുക, എന്നിട്ട് ഉൽപ്പാദകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലേ? അതുപോലെ പാക്കറ്റുകളിലും ലേബലുകളിലും അച്ചടിച്ചിരിക്കുന്ന വില, അളവ്, ഉൽപ്പാദിപ്പിച്ച തീയതി തുടങ്ങിയ വിവരങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കുക. കടയിൽ പോയി സാധനം വാങ്ങുന്ന സമയത്ത്, ഒരു പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് ആ ലേബലിൽ അച്ചടിച്ചിരിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില എത്രയാണ്, അതിൻ്റെ അളവ് എത്രയാണ്, ഉൽപ്പാദിപ്പിച്ച തീയതി എന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? സസൂക്ഷ്മം പരിശോധിക്കുക. പിന്നെ ഏറ്റവും മികച്ച ഇടപാട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഏറ്റവും നല്ല സേവനം നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ്. പിന്നെ സത്യസന്ധമായതും നിയമവിധേയവുമായ ഇടപാടുകൾ മാത്രം നടത്തുകയും അനധികൃത ബിസിനസ് ഇടപാടുകൾ നടത്താതിരിക്കുകയും ചെയ്യുക. പിന്നെയോ ഇടപാട് നടത്തിയതിന് തെളിവായി പണം നൽകിയതിൻ്റെ രസീത് വാങ്ങിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഇടപാട് നടത്തിയതിന് തെളിവായി പണം നൽകിയതിൻ്റെ രസീത് വാങ്ങുക, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉൽപ്പന്നങ്ങളിൽ തൃപ്തരല്ലെങ്കിൽ ചെറിയ സംഖ്യക്കാണെങ്കിൽ പോലും നിർബന്ധമായും പരാതിപ്പെടുക. ചെറിയ സംഖ്യക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യുക? പരാതിപ്പെടുക എന്നുള്ളതാണ് ഇതിൽ ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. പിന്നെ ഉപഭോക്തൃ സംരക്ഷണത്തിനുള്ള വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഉപഭോക്താക്കളെ, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേതാണ് ബിസിനസ് സ്വയം നിയന്ത്രണം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ സ്വയം നിയന്ത്രണം. സെൽഫ് റെഗുലേഷൻ ബൈ ബിസിനസ് എന്നുള്ളത് എന്താണ്? ഉപഭോക്തൃ സംരക്ഷണത്തിലുള്ളൊരു മാർഗമാണ്. പ്രശസ്തരായ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിവുള്ളവരാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ സ്വമേധയാ ഏറ്റെടുക്കാറുണ്ട്. സെൽഫ് റെഗുലേഷൻ, ബിസിനസ് സ്ഥാപനങ്ങൾ സ്വയം നിയന്ത്രിക്കാറുണ്ട്. ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? ഉപഭോക്താക്കളെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം മുന്നോട്ട് വരാറുണ്ട് എന്നാണ് പറയുന്നത്. അവർ തന്നെ സ്വന്തമായിട്ടുള്ള ഉപഭോക്തൃ സേവനവും പരാതി സെല്ലുകളും സജ്ജമാക്കും. അല്ലേ? എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒന്നുണ്ടാവും, കസ്റ്റമർ കെയർ സർവീസ് ഉണ്ടാവും. അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതാണ് ബിസിനസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ സംഘടനകൾ. FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഓഫ് ഇന്ത്യ, CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് തുടങ്ങിയ അസോസിയേഷനുകൾ അവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നെ ഉപഭോക്തൃ അവബോധം, അവകാശങ്ങളെയും പരിഹാര മാർഗങ്ങളെയും കുറിച്ച് നന്നായി അവബോധമുള്ള ഉപഭോക്താവ് അന്യായമായ വ്യാപാര രീതികൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കും. പിന്നെയോ ഉപഭോക്തൃ സംഘടനകൾ, കൺസ്യൂമർ ഓർഗനൈസേഷൻസ്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനും അവർക്ക് വേണ്ടി പരാതി നൽകുന്നതിനുമെല്ലാം മുൻകൈ എടുക്കാറുണ്ട്. അതുപോലെ ഗവൺമെൻറ്, സർക്കാരുകൾ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് സർക്കാർ വിവിധ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്. അല്ലേ? എക്സാമ്പിളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ ത്രിതല സംവിധാനം, ഡിസ്ട്രിക്റ്റ് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, ഇതൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ആരാണ് ഒരു ഉപഭോക്താവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വേണം. സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ത് സാധാരണയായിട്ട് ഉപഭോക്താവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിനെ താഴെ പറയുന്ന പ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു വസ്തുവിനെ ഉപയോഗിക്കുന്ന ആൾ, ശ്രദ്ധിക്കുക, ഒരു വസ്തുവിനെ ഉപയോഗിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെയാണ് നമ്മൾ ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു കൺസ്യൂംസ് ദി പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തെ, ഒരു സാധനത്തെ അല്ലെങ്കിൽ സേവനത്തെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആര്? ഉപഭോക്താവ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു. വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഉടുപ്പ് വാങ്ങുന്നു. അപ്പോൾ വാങ്ങിയത് നമ്മളാണ്. നമ്മൾ ഉപഭോക്താവാണോ? നമ്മൾ ഉപഭോക്താവല്ല. കാരണം എന്താണ്? ആ വസ്തുവിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല.
വീട്ടിലെ കുട്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടിയാണ് അതിൻ്റെ ഉപഭോക്താവ്. സാധനങ്ങളെയും സേവനങ്ങളെയും ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആര്? കൺസ്യൂമർ അഥവാ ഉപഭോക്താവ്. എന്നാൽ സാധനം വാങ്ങുന്ന വ്യക്തിയെ പറയുന്ന പേരെന്താണ്? കസ്റ്റമർ എന്നുള്ളതാണ്. അയാൾ ഉപഭോക്താവല്ല. ഓക്കെ, കസ്റ്റമർ എന്നുള്ളതാണ്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉപഭോക്താവിനെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് നോക്കാം. പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് പ്രതിഫലം നൽകിയോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ അഥവാ ഭാഗികമായി നൽകിയും ബാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസ്ഥകളനുസരിച്ച് പിന്നീട് നൽകാമെന്നോ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്നയാൾ വാങ്ങിയ ആളുടെ സമ്മതത്തോടു കൂടി ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്നയാളെയും ഉപഭോക്താവ് എന്ന് പറയാം. പക്ഷേ ഉൽപ്പന്നം വാണിജ്യ ആവശ്യത്തിനോ വിതരണം ചെയ്യാനോ വാങ്ങുന്നയാളിനെ ഉപഭോക്താവ് എന്ന് പറയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അടിസ്ഥാനത്തിൽ സാധനം വാങ്ങുന്നയാൾ അല്ലേ, വാങ്ങിയ ആളുടെ സമ്മതത്തോട് കൂടിയിട്ട് അത് ഉപയോഗിക്കുന്ന ആളെയും നമുക്ക് എന്ത് പറയാം? ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാം. പിന്നെ പ്രതിഫലം നൽകിക്കൊണ്ടോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ ഭാഗികമായി നൽകിയിട്ടോ ബാക്കി പിന്നീട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടോ ഒക്കെ എന്ത് ചെയ്യുക? അടിസ്ഥാനത്തിൽ ഒരു സേവനം ഉപയോഗിക്കുകയാണെങ്കിൽ അയാളും എന്താണ്? ഒരു ഉപഭോക്താവാണ്. അപ്പോൾ സാധനവും സേവനവും, ചുരുക്കത്തിൽ പറഞ്ഞാൽ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നയാൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ വാങ്ങിയവരുടെ സമ്മതത്തോടെ സാധനമോ സേവനമോ ഉപയോഗിക്കുന്ന ആൾ, ഇവരെയൊക്കെ നമുക്കെന്ത് പറയാം? ഉപഭോക്താവ് എന്നാണ് പറയാം. പിന്നെ ഇവിടെ ആർക്കാണ് പരാതി നൽകാൻ കഴിയുക എന്നുള്ളതാണ് നോക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ആർക്കൊക്കെ പരാതി നൽകാം? ഒന്നാമത്തെ, ഉപഭോക്താവിന് നേരിട്ട് പരാതി നൽകാം. ഒരു കസ്റ്റമർക്ക്, ഒരു കൺസ്യൂമർക്ക് നേരിട്ട് പരാതി നൽകുവാൻ സാധിക്കും ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം. പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഉപഭോക്തൃ അസോസിയേഷൻ വഴി, കൺസ്യൂമർ ഓർഗനൈസേഷൻ വഴി എന്ത് ചെയ്യാം? നമുക്ക് പരാതി നൽകാം. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകാം. ഓക്കെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അവർക്ക് പരാതി നൽകാൻ സാധിക്കും. പിന്നെ ഒരു കൂട്ടം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ ചേർന്നിട്ട് എന്ത് ചെയ്യാൻ നൽകാം. പിന്നെ ഉപഭോക്താവ് മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമപരമായ അനന്തരാവകാശിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന രീതിയിൽ പരാതി നൽകാൻ സാധിക്കും. പിന്നെ പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരമുള്ള പരിഹാര ഏജൻസികൾ ഏതെല്ലാമാണ്? ത്രിതല പ്രശ്ന പരിഹാര ഏജൻസിയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുള്ളത്. ഒന്ന് ജില്ലാ ഫോറം എന്നും, രണ്ടാമത്തേത് സ്റ്റേറ്റ് കമ്മീഷൻ എന്നും, മൂന്നാമത്തേത് നാഷണൽ കമ്മീഷൻ എന്നും അല്ലെങ്കിൽ സെൻട്രൽ കമ്മീഷൻ എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത്തേതാണ് ജില്ലാ ഫോറം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ 644 ജില്ലാ കമ്മീഷനുകൾ അല്ലെങ്കിൽ ജില്ലാ ഫോറമാണുള്ളത്. അതിൽ ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. അവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ പറയുന്നത് 25 ലക്ഷത്തിൽ താഴെ മൂല്യമുള്ള പരാതികൾ, 25 ലക്ഷത്തിൽ താഴെ മൂല്യമുള്ള പരാതികൾ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു? 25 ലക്ഷത്തിൽ താഴെ മൂല്യമുള്ള പരാതികൾ എന്ത് ചെയ്യാം? ജില്ലാ ഫോറത്തിലാണ് ഉപഭോക്താവ് പരാതി നൽകേണ്ടത്. 30 ദിവസത്തിനകം എന്ത് ചെയ്യുക? അദ്ദേഹത്തിന് സംസ്ഥാന കമ്മീഷന് മുമ്പാകെ അപ്പീൽ നൽകാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 25 ലക്ഷത്തിൽ താഴെ മൂല്യമുള്ള പരാതികൾ ജില്ലാ ഫോറത്തിൽ നൽകാം. 30 ദിവസത്തിനകം അദ്ദേഹത്തിന് സംസ്ഥാന കമ്മീഷൻ മുമ്പാകെ അപ്പീൽ നൽകാം. അതുപോലെ രണ്ടാമത്തേതാണ് സംസ്ഥാന കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് കമ്മീഷൻ. ഇന്ത്യയിൽ 365 സ്റ്റേറ്റ് കമ്മീഷനുകളുണ്ട്. അതിലൊരധ്യക്ഷനും 2 അംഗങ്ങളും. അവരിലൊരാൾ സ്ത്രീ ആയിരിക്കും. ഇവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ ആയിരിക്കും. നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുന്നതിനൊപ്പം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 25 ലക്ഷത്തിൽ, ഇവിടെ കൊടുത്ത ചെറിയ മിസ്സിംഗ് ഉണ്ട്, 25 ലക്ഷത്തിൽ കൂടുതൽ 1 കോടിയിൽ താഴെയും, അതായത് 25 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഇടയിൽ മൂല്യമുള്ള പരാതികൾ, ഓക്കെ, പരാതികൾ അത് സംസ്ഥാന കമ്മീഷൻ മുമ്പാകെയാണ് വരിക. പിന്നെ വരുന്നതാണ് ദേശീയ കമ്മീഷൻ. ഒരു രാജ്യം മുഴുവൻ അധികാര പരിധിയിലുള്ള ഒന്നാണ് ദേശീയ കമ്മീഷൻ. അതിൽ ഒരു അധ്യക്ഷനും
4 അംഗങ്ങളുമുണ്ട്. അവരിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. കേന്ദ്ര സർക്കാരാണ് ഇവരെ നിയമിക്കുന്നത്. നഷ്ടപരിഹാരത്തിനൊപ്പം ചരക്കുകളുടെയോ സേവനത്തിൻ്റെയോ മൂല്യം 1 കോടി രൂപ കവിയുന്നുവെങ്കിൽ ദേശീയ കമ്മീഷനിലാണ് പരാതിപ്പെടേണ്ടത്. 1 കോടിയോ അതിൽ കൂടുതലോ മൂല്യമുള്ള പരാതികളാണെങ്കിൽ ദേശീയ കമ്മീഷനിലാണ് എന്ത് ചെയ്യുക, പരാതിപ്പെടേണ്ടത്. 30 ഈ കമ്മീഷൻ്റെ ഉത്തരവിൽ തൃപ്തനല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ സാധിക്കും. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ലഭ്യമാകുന്ന ആശ്വാസ നടപടികൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഉൽപ്പന്നങ്ങളിലെ പ്രശ്നങ്ങളോ സേവനങ്ങളിലെ കുറവുകളോ നീക്കം ചെയ്യാൻ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരിഹാരമാർഗമായി ലഭിക്കുന്നു. പിന്നെ പരാതിയുള്ള ഉൽപ്പന്നം മാറ്റി പുതിയത് ലഭ്യമാക്കാൻ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. പിന്നെ ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ നൽകിയ വില തിരികെ ലഭിക്കുന്നു. അതൊരു പരിഹാര മാർഗമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം. ഉപഭോക്താവിനുണ്ടായ നഷ്ടത്തിനോ അപകടങ്ങൾക്കോ മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നു. ആവശ്യമെങ്കിൽ മതിയായ പിഴ ഉൾപ്പെടെ നഷ്ടപരിഹാരം ലഭിക്കുന്നു. തെറ്റായ വ്യാപാര പ്രവണതകൾ അവസാനിപ്പിക്കുന്നു. അതുപോലെ അപകടകരമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർത്തിവെക്കുന്നു. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ BT വൈദ്യന എൻഡോസൾഫാൻ പോലെയുള്ള എക്സാമ്പിൾ. അപകടകരമായ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും അത്തരം സേവനങ്ങളും നിർത്തിവെക്കുന്നു. അതുപോലെ തെറ്റായ പരസ്യങ്ങൾക്ക് പകരമായി ശരിയായ ആശയം പ്രകടിപ്പിക്കുന്ന പരസ്യം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. കക്ഷികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുവാൻ ആവശ്യപ്പെടുന്നു. പിന്നെ ഉപഭോക്തൃ സംഘടനകളും സർക്കാർ ഇതര സംഘടനകളുമുണ്ട്, ഒരുപാടെണ്ണമുണ്ട്. വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം, വോയിസ് എന്നറിയപ്പെടുന്ന സ്ഥാപനം ന്യൂഡൽഹിയിലാണുള്ളത്. കോമൺ കോസ് എന്ന് പറയുന്ന സ്ഥാപനം ദില്ലിയിലാണ്. കൺസ്യൂമർ കോർഡിനേഷൻ കൗൺസിൽ ഡൽഹിയിലാണ് ഉള്ളത്. അതുപോലെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ CERC അഹമ്മദാബാദിലാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ CPC അഹമ്മദാബാദിലാണ്. ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ. കേരളത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ കൺസ്യൂമർ ഗൈഡൻസ് സെൻറ്റർ ഉണ്ട്. കേരള ഉപഭോക്തൃ ക്ഷേമ സംഘടന കൊച്ചിയിലാണ്. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ തിരുവനന്തപുരത്താണ്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ കണ്ണൂരിലാണ്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉപഭോക്തൃ സംഘടനകളുടെയും NGOകളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, വിവിധ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഉപഭോക്താക്കളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികൾ, സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവ സംഘടിപ്പിക്കുക, ഉൽപ്പന്നങ്ങളുടെ ശേഖരണവും പരിശോധനയും, ഉപഭോക്താക്കൾക്ക് നിയമസഹായം നൽകുക, ഉപഭോക്തൃ സൗഹൃദ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുക, കേടായ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭിക്കുന്നതിന് ഉപഭോക്താക്കളെ സഹായിക്കുക, ഉപഭോക്തൃ ഭക്ഷണങ്ങളെക്കുറിച്ച് ഗവേഷണവും പഠനവും നടത്തുക, ഉപഭോക്തൃ സൗഹൃദ സമൂഹത്തിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുക. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഉപഭോക്തൃ സംഘടനകളുടെ. അപ്പോൾ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന അധ്യായമാണ് ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.